ഹലോ മക്കളെ, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന് കാണും. ആൻഡ് ഒത്തിരി മക്കൾ സന്തോഷത്തിലായിരിക്കും. ട്രയൽ അലോട്ട്മെൻറ്റിൽ തന്നെ വിചാരിച്ച സ്ഥലത്ത് കിട്ടി, ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു. ചില മക്കൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു, പക്ഷേ വിചാരിച്ച സ്കൂളിലല്ല. ചില ആൾക്കാർക്കാണെങ്കിൽ അലോട്ട്മെൻറ്റ് വന്നിട്ടില്ല. അപ്പം അതിൽ തന്നെ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറയുന്നത്, എനിക്ക് ഫുൾ A+ ഉണ്ട്, എന്നിട്ടും അലോട്ട്മെൻറ്റ് കിട്ടിയില്ല, അതെന്താ അങ്ങനെ എന്ന് പറയുന്ന ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു പേടിയാണെങ്കിൽ മിസ്സിന് എൻ്റെ കുട്ടികളോട് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, ഡോണ്ട് വറി. നിങ്ങളാരും വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇത് ജസ്റ്റ് ട്രയലാണ്. ഓക്കെ, ഇത് തന്നെ ആയിരിക്കുമോ എന്ന് പറയുന്നതല്ല. ഇപ്പം ഇവിടെ ഇപ്പം നിങ്ങൾ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷനിൽ ഒരു മിസ്റ്റേക്ക് ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ നിങ്ങളുടെ ഫസ്റ്റ് സ്കൂളിൽ നിങ്ങൾക്ക് കിട്ടിയ സ്കൂൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഇനി ഇപ്പോൾ അലോട്ട്മെൻറ്റ് വരാത്ത ഒത്തിരി മക്കളുണ്ട്. ഫുൾ A+ കിട്ടിയിട്ട് കൂടി അലോട്ട്മെൻറ്റ് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരാനുള്ള സാധ്യത ഒത്തിരി കൂടുതലാണ്. കാരണം ഇവിടെ കുറേ മക്കൾ അവരുടെ മിസ്റ്റേക്സ് തിരുത്തും, അറിയാതെ ആഡ് ചെയ്ത് പോയിട്ടുള്ള ബോണസ് പോയിൻ്റ് മാറ്റും, ചിലപ്പോൾ അവർ സ്കൂളിൻ്റെ ഓർഡർ മാറ്റും. അതൊക്കെ എന്താണ് സാധ്യതയാണ്. ഈ ഒരു അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇനി വരാനും നിങ്ങളുടെ സ്കൂളിൽ തന്നെ കിട്ടാനുള്ള സാധ്യതയാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അത് പക്ഷേ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് എന്തായാലും കിട്ടും, എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടില്ല എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാത്തിനും എന്താണ് സാധ്യത കൂടുതലാണ്, നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവിടെ മിസ്സ് പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ട്, പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയില്ല. അപ്പം ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ലൈവ് പോയതിൽ നിങ്ങൾ ഒത്തിരി ഡൗട്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആൻസറും പിന്നെ എങ്ങനെയാണ് റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അപ്പോൾ ഈ റാങ്കിലാണല്ലോ വ്യത്യാസം. അപ്പോൾ ഈ റാങ്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സിനൊക്കെ നമുക്ക് ആൻസർ ഇതിലൂടെ കിട്ടും എന്ന് മിസ് പറയുന്നു. അപ്പോൾ ഇതൊരു മോള് ചോദിച്ചിട്ടുള്ളായിരുന്നു, മോള് യെസ് ഗേൾ, മിസ് ട്രയലിൽ ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയത്, അത് സയൻസ് ആക്കാൻ പറ്റുമോ? ട്രയലിൽ കിട്ടിയത് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ല. നിങ്ങൾ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ ചിലപ്പോൾ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് കൊടുത്തിട്ടുണ്ടാകും, നിങ്ങൾക്ക് സയൻസാണ് മോൾക്ക് താല്പര്യം, അല്ലെങ്കിൽ സയൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സയൻസാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾ കൊടുത്തതുകൊണ്ടാണ് ഹ്യൂമാനിറ്റീസ് ട്രയൽ വന്നത്. നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് താല്പര്യമേ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന കോഴ്സ് ഓപ്ഷൻ ഒഴിവാക്കാം. നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് ആ സ്കൂൾ കൊടുത്തപ്പോൾ നിങ്ങൾ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ടാവും, എന്താണ് വേണ്ടത്, സയൻസ്, കൊമേഴ്സ്, അതുപോലെ തന്നെ നമ്മൾ ഹ്യൂമാനിറ്റീസ്. അപ്പോൾ നിങ്ങളവിടെ ഹ്യൂമാനിറ്റീസ് നിങ്ങളുടെ കോഴ്സ് ഓപ്ഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമുക്ക് ഹ്യൂമാനിറ്റീസ് വരില്ല. അങ്ങനെ നമുക്ക് ചെയ്യാം, അല്ലാതെ ട്രയൽ നമുക്ക് മാറ്റാൻ പറ്റില്ല. നിങ്ങൾ കൊടുത്ത സമയത്ത് ഹ്യൂമാനിറ്റീസ് കൊടുത്തതുകൊണ്ടാണ് ഇപ്പോൾ ട്രയലിൽ അത് വന്നിട്ടുള്ളത്. അങ്ങനെ വേണേൽ നമുക്ക് മാറ്റാം. പിന്നെ എനിക്ക് മാർക്കുണ്ട്, പിന്നെ എന്താ ഇങ്ങനെ, എനിക്കിത് വായിച്ചപ്പോൾ ഈ കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ആക്ച്വലി. പക്ഷേ മോളോട് മിസ്സിന് പറയാനുള്ള, സങ്കടപ്പെടണ്ട, മാർക്ക് ഉണ്ടെങ്കിൽ എന്തായാലും അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ എന്താണ് അലോട്ട്മെൻറ്റ് വരാത്തത്, അത് ഇത്രയേ ഉള്ളൂ, റാങ്കിൻ്റെ ബേസിലാണ് അല്ലേ. ഓരോ സ്കൂളിലും നമുക്ക് കിട്ടുന്ന റാങ്ക് വേറെയാണ്. അതെങ്ങനെയാണ് ഓരോ സ്കൂളിലും വേറെ വേറെ ആവുന്നതെന്ന് പറഞ്ഞാൽ റാങ്കിൻ്റെ കാൽക്കുലേഷൻ തന്നെയാണ്. ഇനി മിസ്സേ എനിക്ക് വേണ്ട സ്കൂളിലാണ് ഇപ്പോൾ കിട്ടിയത്, ഇനി മാറുമോ? ഇപ്പോൾ വേണ്ട സ്കൂളിലാണ് കിട്ടിയത്, വളരെ നല്ല കാര്യം, വളരെ സന്തോഷം. അപ്പോൾ ഇനി മാറുമോ മാറില്ലയോ എന്നുള്ളത് എൻ്റെ മക്കൾ കൊടുത്ത ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും. നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾ കൊടുത്ത മാർക്സ് കറക്റ്റാണ്, നിങ്ങളുടെ ബോണസ് പോയിൻറ്റുകൾ കറക്റ്റാണ്, അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, പിന്നെ എക്സ്ട്രാ കൊടുത്ത സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്, ഒരു പ്രശ്നവും ഇല്ല എന്നാണെങ്കിൽ മാറാൻ സാധ്യത വളരെ കുറവാണ്. നിങ്ങൾക്ക് അവിടെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അവിടെ മാറാനുള്ള ചാൻസ് വളരെ കുറവാണ്, കിട്ടും. ഓക്കെ, കിട്ടാനുള്ള ചാൻസാണ് കൂടുതൽ. ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ നിന്ന് മാറ്റാൻ പറ്റുമോ? ട്രയൽ അലോട്ട്മെൻറ്റ് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ട്രയൽ വന്ന സ്കൂൾ തന്നെയായിരിക്കും അടുത്തതെന്ന് വരാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേറെയാണ് വരാൻ ചാൻസ് ഉണ്ട്, ഇത് മാറി മറിയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എല്ലാവരും കൊടുത്തിട്ടുണ്ട് അല്ലേ, കേരളത്തിലുള്ള എല്ലാ മക്കളും കൊടുത്തിട്ടുണ്ട്. അവർ ഈ സമയത്ത് ഒത്തിരി എഡിറ്റിംഗ് വരുത്തും, അപ്പോൾ ഈ റാങ്കിലൊക്കെ വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിച്ച സ്കൂൾ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാം. ഓക്കെ, ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ നിന്ന് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ അഡ്മിഷൻ എടുത്തിട്ടില്ലല്ലോ മക്കളെ, അപ്പോൾ നമ്മളത് മാറ്റേണ്ട കാര്യമില്ല. ഇനി വരുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റിലാണ് നിങ്ങൾ എവിടെ കിട്ടിയാലും നിങ്ങൾ അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കുക.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സ്കൂളാണ്, നിങ്ങൾ വിചാരിച്ച സ്കൂളാണെങ്കിൽ ഫസ്റ്റ് നമ്മളെന്താ പെർമനൻ്റ് ആയിട്ട് തന്നെ അഡ്മിഷൻ എടുക്കുക. അതല്ല നിങ്ങൾക്ക് ഇതല്ല വേണ്ടത്, ഇനിയും നിങ്ങൾക്ക് നോക്കണം, നിങ്ങൾ വിചാരിച്ച സ്കൂൾ ഇതിന് മുകളിലുണ്ട്, ഒന്നാമത്തെ രണ്ടാമത്തെ ഒക്കെ ഓപ്ഷനായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ടെമ്പററി ആയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്കത് മാറ്റാം. ഓക്കെ, അത് മാറാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്താൽ മതി. ഇനി ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് എനിക്ക് കിട്ടിയത്. ലാസ്റ്റ് റാങ്ക് 75-ൽ എനിക്ക് 7th റാങ്ക് ഉണ്ട്. പിന്നെ എന്താ ടെൻഷൻ? എന്തായാലും കിട്ടും. കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ലാസ്റ്റ് റാങ്ക് 75 ആണെന്ന് പറയുമ്പോൾ അവിടെ കഴിഞ്ഞ വർഷം അവസാനമായിട്ട് കയറിയ കുട്ടിക്ക് 75 ആണ്. അപ്പോൾ ഈ പറഞ്ഞ മോളാണോ പ്രിയ പ്രതീഷ്, പ്രിയയ്ക്ക് 7th റാങ്ക് ഉണ്ടെങ്കിൽ എന്താണ് ഒരു സംശയമില്ല. ഓക്കെ, ഇനി അടുത്തത് ഫസ്റ്റ് ഓപ്ഷൻ യെസ്, എനിക്കിഷ്ടപ്പെട്ട സ്കൂള് കിട്ടിയില്ല, വിഷമിക്കേ വേണ്ട. ആദ്യം തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഈ ട്രയൽ അലോട്ട്മെൻറ്റിൽ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വരാൻ ചാൻസ് കൂടുതലായിരിക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതല്ല കിട്ടിയതെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടത് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്, കിട്ടും. ഓക്കെ, കിട്ടാനുള്ള ചാൻസ് ഒത്തിരിയാണ്. നിങ്ങൾ ഒന്നിനും വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു കാര്യം, നമുക്ക് അടുത്ത അലോട്ട്മെൻറ്റിലും നമ്മൾ വിചാരിച്ച സ്കൂളല്ല കിട്ടിയത്, ഓക്കെ, വിചാരിച്ച സ്കൂളല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്നുകൂടി അവിടെ അഡ്മിഷൻ എടുത്തതിന് ശേഷം നമ്മൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്നിട്ടും നമ്മൾ എത്തിയിട്ടില്ല, പക്ഷെ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ വരെ നമ്മൾ എത്തി. ഒന്ന് ഇനി മുകളിലുണ്ട്, നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്കൂൾ ഇതാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇവിടെയാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ അവിടെ അഡ്മിഷൻ എടുക്കുന്നതാണ് നല്ലത്. കാരണം അവിടെ നിങ്ങൾക്ക് ഒട്ടും പോകാൻ പറ്റാത്ത സ്കൂളായിരിക്കില്ലല്ലോ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കുക. ഇത് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി, ഇത് നമ്മുടെ സെക്കൻഡ് പ്രയോറിറ്റി. അപ്പോൾ ഒട്ടും ഒത്തുപോകാൻ പറ്റാത്തൊരു ഓപ്ഷൻ നിങ്ങൾ സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കില്ല. ഫസ്റ്റ് ഇതാണെന്നല്ലേ ഉള്ളൂ. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിട്ടും നമ്മളുടെ റാങ്ക് ഇവിടെ തന്നെ ഈ സ്കൂളിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കുന്നതാണ് നല്ലത്. കാരണം ഈ സ്കൂളുകളൊന്നും മോശമല്ല. നമ്മളുടെ വീട്ടിന് അത്യാവശ്യം അടുത്താണ്, നമ്മൾ വിചാരിച്ച കോഴ്സാണ് നമുക്ക് അവിടെ കിട്ടിയത് എന്നുണ്ടെങ്കിൽ അവിടെ അഡ്മിഷൻ എടുക്കുന്നതാണ് ബുദ്ധി. പിന്നെയും ഞാൻ ചിലപ്പോൾ ഈ സംഭവിക്കുന്നത് നല്ലതിനായിരിക്കാം. മിസ് അങ്ങനെ ഉറച്ച് വിശ്വസിക്കുന്നതാണ്. കാരണം മിസ്സിനും അതുപോലെയാണ് സംഭവിച്ചത്. മിസ്സിന് ഇഷ്ടപ്പെട്ട സ്കൂൾ ഫസ്റ്റ് ഓപ്ഷനിൽ ഉണ്ടായിരുന്നു, പക്ഷേ സെക്കൻഡ് ഓപ്ഷനിൽ കിട്ടിയ സ്കൂളിലാണ് മിസ്സ് പോയത്. കാരണം രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്തു. രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലും എനിക്ക് ഇതേ സെയിം സ്കൂളാണ് വന്നത്. പിന്നെ തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത്, അത് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണ്, കുറച്ച് ദിവസങ്ങൾ കഴിയും. അപ്പോഴത്തെ സ്കൂളിലൊക്കെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. കാരണം ജൂലൈ 5 മുതൽ എങ്ങാണ്ട് സ്കൂളിൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ പിന്നെയും നമ്മൾ വിചാരിച്ച സ്കൂൾ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ക്ലാസ്സുകൾ ഒത്തിരി മുന്നോട്ട് പോകും. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് കുട്ടികളൊക്കെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വീണ്ടും ടെൻഷൻ കൂടുകയുള്ളൂ. അപ്പോൾ എൻ്റെ മക്കൾ വിചാരിക്കേണ്ടത്, ഇതാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ വിചാരിച്ച കോഴ്സ് ആണെങ്കിൽ ആ സെക്കൻഡ് പ്രയോറിറ്റി സ്കൂളിൽ തന്നെ പോകുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പം ഈ 1-2 അലോട്ട്മെൻറ്റുകളോട് കൂടി തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും, മേജറായിട്ടുള്ള മക്കൾക്ക് എല്ലാവർക്കും, ഭൂരിഭാഗം ആൾക്കാർക്കും അഡ്മിഷൻ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാലാണ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടും. അതിനാണ് ഏറ്റവും സാധ്യത കൂടുതൽ. അതുമാത്രമല്ല, ഇത്തവണ ഒത്തിരി സ്കൂളുകൾ സീറ്റ്സ് ഒക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി റാങ്കിനെ കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ വേണം. അതാണ് മിസ് പറഞ്ഞത്, എങ്ങനെയാണ് ഓരോ സ്കൂളിൽ. ഇപ്പോൾ നിങ്ങൾ നോക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഓരോ സ്കൂളിൽ എന്താണ് റാങ്ക് വേറെ വേറെയാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പോൾ നിങ്ങളിപ്പോൾ നമ്മളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് നോക്കാൻ വേണ്ടിയിട്ട് കാൻഡിഡേറ്റ് ലോഗിനൊക്കെ കൊടുത്തു. നിങ്ങളവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3-4 ഓപ്ഷൻസ് കാണാം. നമ്മളുടെ റാങ്ക്, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കാണാം, നമ്മളുടെ റാങ്ക് ഡീറ്റെയിൽസ് കാണാം, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് കാണാം. അപ്പോൾ അവിടെ ഉള്ളതിൽ വ്യൂ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. നമ്മൾ കൊടുത്ത നമ്മളുടെ റാങ്ക് ഡീറ്റെയിൽസ് കാണാം. പിന്നെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കാണാം. നമ്മളുടെ റാങ്ക് ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ അതിൽ നിങ്ങൾ ആ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ, നിങ്ങളുടെ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസിൻ്റെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഓരോ സ്കൂളിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റാങ്ക് അവിടെ കാണാം. ഓക്കെ, ഇപ്പോൾ ചിലപ്പം നിങ്ങളിപ്പം 1ാമത്തെ സ്കൂൾ കൊടുത്തിട്ടുണ്ടാവും, 2ാമത്തെ, ഇങ്ങനെ ഒത്തിരി സ്കൂളുകൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ റാങ്ക് 81 കരുതുക, ഇവിടെ 91, ഇവിടെ ഇപ്പം 100, 101 കരുതാം ഓരോന്നും. ആൻഡ് ഇവിടെ വേറെ ഉണ്ടാകും നമ്മുടെ ലാസ്റ്റ് റാങ്ക്. ഈ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്ന സംഭവം ആ സ്കൂളിൽ, നിങ്ങളിവിടെ കൊടുത്ത ആ സ്കൂളിൽ കഴിഞ്ഞ വർഷം അവസാനമായിട്ട് അഡ്മിഷൻ എടുത്ത കുട്ടിയുടെ റാങ്കാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഇവിടെ ഒരു 125, ഇവിടെ ചിലപ്പോൾ ഒരു 300 ആയിരിക്കും, ഇവിടെ ചിലപ്പോൾ ഒരു 68 ആയിരിക്കാം, അല്ല 68 വരില്ല, ഇവിടെ ചിലപ്പോൾ ഒരു എത്രയായിരിക്കും, ഒരു 325, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് കയറിയ കുട്ടിയുടെ റാങ്ക് 125.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. പിന്നെ എന്തിൻ്റെ ബേസിലാണ് നിങ്ങളുടെ റാങ്ക് വരുന്നത്? നിങ്ങൾക്കറിയാം WGPAയുടെ ബേസിസിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ WGPA കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ്റെ ബേസിൽ നിങ്ങൾക്ക് ചിലപ്പം ഒരു 9.7 അല്ലെങ്കിൽ 8 അങ്ങനെ നിങ്ങൾക്ക് ഓരോ പോയിൻറ്റ്സ് കിട്ടും. ഇതിൻ്റെ ബേസിലാണ് അപ്പോൾ ഓരോ കുട്ടിക്കും ഇങ്ങനെ ഓരോ WGPA ഉണ്ടാവും. ഇതിൻ്റെ ബേസിലാണ് ആ കുട്ടിയുടെ റാങ്ക് ആ സ്കൂളിൽ വരുന്നത്. ഓക്കെ, ഓരോരുത്തരുടെയും ചിലപ്പോൾ ഇപ്പോൾ 9.78 ആകാം, 9.76 ആകാം, അങ്ങനെ പോയിൻ്റ് വ്യത്യാസത്തിലാണ് നിങ്ങളുടെ റാങ്കിൽ വ്യത്യാസം വരിക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ WGPA കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന സാധനങ്ങളാണിത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇക്വേഷനിൽ പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സ് ആണ് TGP + GSW ഡിവൈഡഡ് ബൈ TS + TSW + BP-ന്ന് MP മൈനസ് ചെയ്ത് ഡിവൈഡഡ് ബൈ 10. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കിത് കിട്ടുക. ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ TGP എന്താണ്? TGP എന്ന് പറയുന്ന ടോട്ടൽ ഗ്രേഡ് പോയിൻ്റ് ആണ്. ഇപ്പോൾ നേരത്തെ ഒരു മോള് പറഞ്ഞു എനിക്ക് ഫുൾ A+ കിട്ടി എന്നിട്ടും റാങ്ക് കിട്ടിയില്ല. അതിന് കാരണം നമ്മൾ അലോട്ട്മെൻറ്റ് വന്നില്ല. അതിന് കാരണം നമ്മളെ ഫുൾ A+ എന്ന് പറയുന്നത് ഈ TGP മാത്രമാണ്. പക്ഷെ നമ്മുടെ WGPAനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഇതൊക്കെ. ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് നിങ്ങളുടെ റാങ്ക് ആവുന്നത്. അപ്പോൾ ഇത് മാറുന്നതിനനുസരിച്ച് ഇപ്പോൾ നിങ്ങളുടെ ബോണസ് പോയിൻ്റ് ഉണ്ടാകാം, അതുപോലെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്ത സ്കൂള്, പിന്നെ നിങ്ങൾ എടുത്ത കോമ്പിനേഷൻ, അതിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് എല്ലാറ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോൾ നമുക്കൊരു ഫുൾ A+ കിട്ടിയ ഒരു കുട്ടിയുടെ കാര്യം തന്നെ എടുക്കാം. അപ്പോൾ ഒരു ഫുൾ A+ കിട്ടിയ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ ഗ്രേഡ് പോയിൻ്റ്. അപ്പോൾ എന്താണ് ഗ്രേഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഇപ്പം A+ കിട്ടിയ ആൾക്ക് 9 ഗ്രേഡ് പോയിൻ്റ്, A കിട്ടിയ ആൾക്ക് 8 ഗ്രേഡ് പോയിൻ്റ്, B+ ആണ് 7, അങ്ങനെയാണ് ഗ്രേഡ് പോയിൻ്റ്. CBSE-കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ 100-ലാണ് 5 സബ്ജക്ട്സ് ഉണ്ട്. 100-ലാണെങ്കിൽ 80 കിട്ടിയാൽ 8 ഗ്രേഡ് പോയിൻ്റ്, 70 കിട്ടിയാൽ 7 അങ്ങനെ. അപ്പോൾ നിങ്ങൾ ടോട്ടൽ ഗ്രേഡ് പോയിൻ്റ് എന്ന് പറയുമ്പം ഒരു സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഫുൾ A+ ആണെങ്കിൽ എത്രയുണ്ടാവും? 90 ആയിരിക്കും ഗ്രേഡ് പോയിൻ്റ്. കാരണം 9 കിട്ടും. ഓക്കെ, അപ്പോൾ 10 സബ്ജക്ട്സ് 10 × 9 90 കിട്ടും. ഓക്കെ, 90 കിട്ടും. അതാണ് ടോട്ടൽ ഗ്രേഡ് പോയിൻ്റ് വരിക. TGP എത്ര വരും? 90 വരും. പിന്നെ അടുത്തത് ബോണസ് പോയിൻ്റ് BP. അപ്പോൾ ഈ ബോണസ് പോയിൻ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം മാക്സിമം 10 കിട്ടുക, ഓരോരുത്തർക്കും വേറെ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഈ ബോണസ് പോയിൻ്റ് കിട്ടുക എന്നുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് മിസ് ഡിസ്ക്രിപ്ഷനിൽ വെക്കാം, കമൻറ്റ് സെക്ഷനിലും പിന്നെ ഇത് വെക്കാം, നിങ്ങളത് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ബോണസ് പോയിൻ്റ് ചിലപ്പം ഇപ്പോൾ മിസ് പറയുകയാണ് മാക്സിമം നമുക്ക് 10 കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു കുട്ടിക്ക് 8 കിട്ടിയെന്ന് കരുതാം, 8. പിന്നെ MP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് പോയിൻ്റ് ആണ്. ഈ മൈനസ് പോയിൻ്റ് വരുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റിലല്ല ചെയ്തിട്ടുള്ളതെങ്കിൽ, അപ്പോൾ നിങ്ങളെല്ലാവരും ഫസ്റ്റ് എക്സാം എഴുതി ഈ ഒരു തവണ തന്നെ ക്വാളിഫൈ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് മൈനസ് പോയിൻ്റ് ഇല്ല. അപ്പം കഴിഞ്ഞ തവണ എഴുതാൻ പറ്റിയില്ല, എന്നിട്ട് കഴിഞ്ഞ വർഷത്തെ എക്സാം ഈ തവണയാണ് ഇത്തവണയാണത് എഴുതുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈനസ് പോയിൻ്റ് വരും. അപ്പോൾ നമ്പർ ഓഫ് ചാൻസസ് കൂടുന്നതിനനുസരിച്ച് മൈനസ് പോയിൻ്റ് വരും. നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് മൈനസ് പോയിൻ്റ് 0 ആയിരിക്കും. ദെൻ GSW എന്താണ്? GSW എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഗ്രേഡ് വെയിറ്റേജ് സബ്ജക്റ്റാണ്. അതായത് നിങ്ങൾ കൊടുത്ത കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ആണ് എടുത്തത്, ബയോമാത്സ് ആണ് നിങ്ങളുടെ കോമ്പിനേഷനെങ്കിൽ ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്ര? ഇപ്പോൾ ഒരു ഫുൾ A+ കിട്ടിയ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സിൽ ഫുൾ A+ ആണെങ്കിൽ 9 ഗ്രേഡ് പോയിൻ്റ്, ഇത് 9. അപ്പോൾ 4 × 9 36. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര വരും? GSW എന്ന് പറയുന്നത് നമുക്ക് 36 വരും. ഓക്കെ, ഇനി അടുത്ത എന്താ? ടോട്ടൽ നമ്പർ ഓഫ് സബ്ജക്ട്സ്. നമുക്കിവിടെ ടോട്ടൽ നമ്പർ ഓഫ് സബ്ജക്ട്സ് എത്രയുണ്ട്? ഒരു സ്റ്റേറ്റ് സിലബസ് ഉള്ള കുട്ടീനെ സംബന്ധിച്ചിടത്തോളം 10 സബ്ജക്ട്സ് ഉണ്ട്. CBSE ആണെങ്കിൽ 5. അപ്പോൾ എത്ര വരും ഇവിടെ? ഇവിടെ സ്റ്റേറ്റ് ആണെങ്കിൽ 10, CBSE ആണെങ്കിൽ 5. അപ്പോൾ വ്യത്യാസം വന്നില്ലേ? വ്യത്യാസം വന്നു. ഇനി എന്താണ് TSW? ടോട്ടൽ നമ്പർ ഓഫ് വെയിറ്റേജ് സബ്ജക്റ്റാണ്. അതായത് നിങ്ങളിപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എടുത്താണെങ്കിൽ ഓരോന്നിനും ഓരോ വെയിറ്റേജ് 4 സബ്ജക്ട്സ്. ഓക്കെ, അപ്പം 4. അപ്പോൾ അവിടെ എത്ര വരെ? 4 വരും. ഈ എല്ലാ വാല്യൂസും ഇപ്പോൾ ഇവിടെ TGP കിട്ടി, BP കിട്ടി, MP ഇല്ല, GSW കിട്ടി, TS കിട്ടി, TSW കിട്ടി, ഇതെല്ലാം കൂടെ നമ്മൾ ഈ ഒരു ഇക്വേഷനിലിടും. ഈ ഇക്വേഷനിലിട്ടിട്ട് കിട്ടുന്നതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും WGPA. അതിനനുസരിച്ചാണ് എന്ത് വരിക? നമ്മളെ റാങ്ക് വരിക. അപ്പോൾ അതെങ്ങനെയാണ് സ്കൂൾ ടു സ്കൂൾ ഈ റാങ്ക് മാറുന്നതെന്ന് പറഞ്ഞാൽ ബോണസ് പോയിൻ്റ്. ഇപ്പോൾ നമ്മൾ പഠിച്ച അതേ സ്കൂളിലാണെങ്കിൽ
എന്താ പറ്റുക, നമുക്ക് ബോണസ് പോയിൻ്റ് ഉണ്ട്. നമ്മൾ പഠിച്ച അത് സ്കൂളിലല്ല നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ബോണസ് പോയിൻ്റ് നിങ്ങൾക്ക് കുറയും. അപ്പോൾ ബോണസ് പോയിന്റിൽ വ്യത്യാസം വന്നു. പിന്നെ നിങ്ങൾ ഒരു സ്കൂളിൽ എല്ലാ കുട്ടികൾക്കും ഫുൾ A+ ആണെന്ന് കരുതുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും TGP സെയിം ആണ്, നിങ്ങളുടെ എല്ലാവരുടെയും ബോണസ് പോയിൻ്റ് സെയിം ആണ്. അങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഫുൾ A+ കിട്ടിയിട്ടും ഫസ്റ്റ് ട്രയൽ അലോട്ട്മെൻറ്റിൽ വരാത്തത്. അപ്പം ഇനി എന്തെങ്കിലും എഡിറ്റിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടും. ഇനിയിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വന്നിട്ടില്ലെങ്കിലും വിഷമിക്കേണ്ട മക്കളെ, കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒത്തിരി മക്കൾ അഡ്മിഷൻ എടുക്കും. ഒത്തിരി മക്കൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ബാക്കി സ്കൂൾസൊക്കെ അവരുടെ ലിസ്റ്റിൽ നിന്ന് ഡിലീറ്റഡ് ആകും. പിന്നെ ആ സ്കൂളിലേക്കൊക്കെ നിങ്ങളെ കൺസിഡർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വരും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വരാതിരിക്കില്ല. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ തന്നെ കിട്ടാൻ ചാൻസ് കൂടും. ഓക്കെ, ചാൻസ് ഉണ്ടാവും. നിങ്ങളതിൽ ടെൻഷൻ അടിക്കേണ്ട. പിന്നെ നമ്മൾ ഒത്തിരി അങ്ങോട്ട് അതിൽ തന്നെ പഠിക്കുള്ളൂ എന്ന് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട. കാരണം നമ്മൾ വിചാരിച്ച കോഴ്സിന് കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുക്കാം. നമ്മൾ വിചാരിച്ചപ്പോൾ സയൻസ് പഠിക്കാൻ ഇഷ്ടമുള്ള ഒരാൾ കൊമേഴ്സ് പഠിക്കുന്നതിൽ കാര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ കൊമേഴ്സ് പഠിക്കാൻ ഇഷ്ടമുള്ള ഒരാൾ സയൻസ് പഠിക്കേണ്ട ആവശ്യമില്ല. സയൻസ് ആണ് വിചാരിച്ചത്, പക്ഷേ ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയത്. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, അല്ലേ? നമ്മുടെ കരിയർ തന്നെ മാറ്റും. അപ്പോൾ അതിൽ കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുക്കുക. അതാണോ കിട്ടിയതെന്ന് നോക്കുക. പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല, കുറച്ചൊക്കെ അടുത്തൊക്കെയാണ്. പിന്നെ നിങ്ങളെ പേരൻസിനോട് സംസാരിക്കുക, ടീച്ചേഴ്സിനോട് ചോദിക്കുക. നിങ്ങൾക്ക് കിട്ടിയ സ്കൂൾ ഒരു സെക്കൻഡ് അലോട്ട്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടിയ സ്കൂൾ നല്ലതാണെങ്കിൽ അവിടെ തന്നെ പോവാണ് നല്ലത്. ഓക്കെ, ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നു ഉള്ളതാണ്. സ്കൂൾ ഒരു പരിധി വരെ മാറ്റർ ചെയ്യുള്ളൂ. കാരണം ഞങ്ങളെല്ലാവരും ഇല്ലേ നിങ്ങളുടെ കൂടെ. നിങ്ങൾക്ക് സ്കൂളിലിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്കൂൾ മോശമില്ല, ഒരു ടീച്ചേഴ്സ് മോശമല്ല. പക്ഷേ നിങ്ങൾക്ക് അതുകൊണ്ട് ഒത്തിരി പോകാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ, അവിടെ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് ശരിയാവണില്ല എന്നുണ്ടെങ്കിൽ എന്തിനാ വിഷമിക്കണേ? ഞങ്ങളെല്ലാവരും, നമ്മുടെ എക്സാമിനർ ഫാമിലി നിങ്ങളുടെ കൂടെ ഇല്ലേ. അപ്പോൾ സ്കൂളൊന്നും മാറ്റർ ചെയ്യില്ല. ഓക്കെ, നിങ്ങളെങ്ങനെ അതിനെ പഠിക്കുന്നു എന്നുള്ളതാണ്. അപ്പം കൂടുതലും കോഴ്സിന് പ്രാധാന്യം കൊടുക്കുക. ഇപ്പോൾ സയൻസാണ് വിചാരിക്കുമെങ്കിൽ സയൻസിന് തന്നെ കിട്ടാൻ വേണ്ടി നോക്കുക, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ അത് തന്നെ നോക്കുക, കൊമേഴ്സ് ആണെങ്കിൽ അത് തന്നെ നോക്കുക. പിന്നെ വീട്ടിൽ നിന്ന് പോയി വരാൻ ഒത്തിരി ദൂരമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആ സ്കൂൾ തന്നെ സെക്കൻഡ് അലോട്ട്മെൻ്റ് ഒക്കെ വരുമ്പോഴേക്ക് കിട്ടുന്ന സ്കൂളിൽ തന്നെ ജോയിൻ ചെയ്യാനാണ് നല്ലത്, അഡ്മിഷൻ എടുക്കണതാണ് നല്ലത്. നമുക്ക് നോക്കാം. സെക്കൻഡ് അലോട്ട്മെൻ്റ് ആകുമ്പോഴേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും അഡ്മിഷൻസ് ഒക്കെ അലോട്ട്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള ടെൻഷനൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഹെൽപ്പ് ഡെസ്കിനോട് കോൺടാക്റ്റ് ചെയ്താൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാറ്റാൻ പറ്റുമോ ആഫ്റ്റർ ഫൈനൽ കൺഫർമേഷൻ എന്ന് പറഞ്ഞു. ആഫ്റ്റർ ഫൈനൽ കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ ആഫ്റ്റർ എഡിറ്റിംഗ് ആണെന്ന് മിസ് വിചാരിക്കുന്നു. ആഫ്റ്റർ എഡിറ്റിംഗ് ആണെന്ന് മിസ് കരുതുന്നു. ആഫ്റ്റർ എഡിറ്റിംഗ് ആണ് നിങ്ങൾ ഫൈനൽ കൺഫർമേഷനൊക്കെ കൊടുത്തിട്ട് പിന്നെയാണ് മനസ്സിലായത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് മിസ്സിന് കറക്റ്റ് അറിയില്ല. ഹെൽപ്പ് ഡെസ്കിനെ കോൺടാക്റ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ അവർ മാറ്റി തരുമായിരിക്കും. അതല്ല, അത് പ്രശ്നമില്ല എന്നാണെങ്കിൽ അവർ നിങ്ങളെ അറിയിക്കും. അപ്പോൾ സമാധാനം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ വിചാരിച്ച കോഴ്സിന് നിങ്ങൾ വിചാരിച്ച സ്ഥലത്ത് തന്നെ കിട്ടട്ടെ എന്ന് മിസ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. അത് തന്നെ കിട്ടും. ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരട്ടെ, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരട്ടെ, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കളെല്ലാം സമാധാനമായിട്ടിരിക്കുക, ടെൻഷനൊന്നും അടിക്കേണ്ട കേട്ടോ. സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രോബ്ലവും ഇല്ല, എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ.